നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്തിരുന്ന ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് ആയിരുന്നു ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഒരു 2007, 8, 9, 10 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഹാച്ച് ബാക്ക് വാഹനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. എക്സ്പെഷ്യലി വാഗണാർ, സാൻഡ്രോ, സിംഗ് എന്ന് പറയുന്ന വാഹനം. അത് മാത്രമല്ല, അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് നല്ല നല്ല വാഹനങ്ങൾ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നാഷണൽ എഞ്ചിൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. മാരുതി സുസുക്കിയുടെ എഞ്ചിൻ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള DDIS എഞ്ചിൻ ആണ് 1.3. അപ്പോൾ ആ 1.3 ലിറ്ററിൽ വരുന്ന ആ ഒരു എഞ്ചിന് വളരെയധികം പ്രചാരമുണ്ടായിരുന്നു. ഡീസൽ എഞ്ചിനാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നല്ല മൈലേജ് നൽകുന്ന വാഹനങ്ങൾ കൊണ്ടുവന്നത് ഈ ഒരു എഞ്ചിനിലൂടെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എഞ്ചിൻ നിർത്തിയതിന് ശേഷം, എക്സ്പെഷ്യലി മാരുതി സുസുക്കിയുടെ കാര്യമാണ് പറയുന്നത്, ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ കാര്യമായിട്ടുള്ള സെയിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. DDIS എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വളരെ മികച്ച സെയിൽ ഉണ്ടായേനെ. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂലൈ മാസം ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച് ബാക്ക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ്. 1 മുതൽ 10 വരെ നമ്മൾ അതിനെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. വാഹനത്തിൻ്റെ സെയിലിൻ്റെ അല്ലെങ്കിൽ സെയിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് കടക്കാം. 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ അർബൻ SUV എന്നൊക്കെ വിളിക്കുന്ന ഇഗ്നിസ് ആണ്. ഇഗ്നിസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇഗ്നിസിന് ഇപ്പോഴും നെക്സ ഷോറൂം വഴി വരുന്ന ഇഗ്നിസിന് ഇപ്പോഴും 2 എയർ ബാഗ് മാത്രമാണുള്ളത്. മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങൾക്കും 2025 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഈ വർഷമാകുമ്പോഴത്തേക്കും എല്ലാ വാഹനങ്ങൾക്കും, അത് നെക്സ ആയിക്കോട്ടെ എറീന ആയിക്കോട്ടെ, 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും എന്നവരുടെ ചെയർമാൻ RC ഭാർഗവ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഗ്നിസിന് ഇപ്പോഴും 2 എയർ ബാഗ് മാത്രമാണുള്ളത്. ഒരു അപ്ഡേഷനും അതിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂൺ മാസത്തിലൊരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ജസ്റ്റ് അബോ 1400 യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മികച്ച വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2025 ജൂലൈയിലേക്ക് നോക്കുമ്പോഴത്തേക്കും 1977 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള മാസത്തെ പ്രകടനം തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇഗ്നിസും എസ്പ്രസോ ഈ 2 വാഹനങ്ങൾ മാത്രമാണ്. നമ്മൾ സിയാസിനെ കുറിച്ച് പറയുന്നില്ല. സിയാസ് ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് നമുക്കറിയാം. ഇപ്പോഴും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. കാരണം ആ പ്രൊഡക്ഷൻ സമയത്തുണ്ടായിരുന്ന മോഡലുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പോഴും പല ഷോറൂമുകളിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മികച്ചൊരു വാഹനമാണ്. 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, SUV സ്റ്റാൻഡ്സ് ഉണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വാഗണാറുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മച്ച് ബെറ്റർ ആണ് ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം. നമ്മൾ അതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,85,000 മുതൽ 8,12,000 വരെയാണ് ഈ ഒരു വാഹനം. അതായത് 10ാം സ്ഥാനത്തുള്ള ഇഗ്നിസിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 9ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് വളരെ കൃത്യമായിട്ട് വിളിക്കാൻ കഴിയുന്ന i20 എന്ന് പറയുന്ന വാഹനമാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള N-line വേർഷൻ അവർക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂൺ മാസം 8ാം സ്ഥാനത്തായിരുന്നു ഈ ഒരു വാഹനം. പക്ഷേ ഇപ്പോൾ സെയിൽ കുറഞ്ഞ് അത് 9ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 3,396 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 7,51,000 മുതൽ 11,25,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ തന്നെ മറ്റൊരു വാഹനമാണ്. ഹ്യുണ്ടായി ഗ്രാൻഡ് i10 നിയോസ് ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂൺ മാസം 6ാമത്തെ സ്ഥാനത്തായിരുന്നു ഈ ഒരു വാഹനം. എന്നാൽ ഇപ്പോൾ സെയിൽ കുറഞ്ഞ് 8ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് നമുക്ക് പറയാം. 3,560 യൂണിറ്റ് ആണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CNGയിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം. 5,98,000 മുതൽ 8,62,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 7ാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളൊരു വാഹനം പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് നമുക്ക് കൃത്യമായിട്ട് വിളിക്കാം. ആൾട്രോസ് ആണ്. ആൾട്രോസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനത്തിൽ അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് എടുത്ത് പറയുന്നില്ല, ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ തന്നെ ഡീസൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വാഹനം ആൾട്രോസ് ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് എഡിഷൻ ഉണ്ട്, റേസർ എഡിഷൻ ഉണ്ട്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആൾട്രോസിൻ്റെ ലുക്ക്, ഫീച്ചേഴ്സൊക്കെ അപ്പ് മാർക്കറ്റാണ്. 3,905 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൾട്രോസിൻ്റെ CNG വേർഷൻ അവൈലബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. 6,89,000 മുതൽ
11,49,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2025 ജൂൺ മാസം 7ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ ഒരു വാഹനം 7ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് ജൂലൈയിലും 7ാം സ്ഥാനത്ത് തന്നെ ഈ ഒരു വാഹനം തുടരുന്നു. ഇനി 6ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ബലീനോയുടെ റീബാഡ്ജ്ഡ് വേർഷനായിട്ടുള്ള ടൊയോട്ട ഗ്ലാൻസിയാണ്. 5019 യൂണിറ്റാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതൊരു വർധനമായിട്ട് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ മാസം, അതായത് 2025 ജൂൺ മാസത്തിൽ 9ാമത്തെ സ്ഥാനത്തായിരുന്നെങ്കിൽ സെയിൽ നമ്പർ കൂടി ഇപ്പോൾ 5019 യൂണിറ്റ് ആയപ്പോഴത്തേക്കും 6ാം സ്ഥാനത്തേക്ക് ഈ ഒരു വാഹനം ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6,99,000 മുതൽ 10 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 5ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൊരു വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയാണ്. ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. 5,575 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം 4ാമത്തെ സ്ഥാനത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 5ാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. 4ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 ആണ്. 5,910 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സെയിലിൽ വർധനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 5ാം സ്ഥാനത്തായിരുന്നു, ഈ മാസം 4ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 4,23,000 മുതൽ 6,21,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആൾട്ടോയുടെ സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക്, എസ്പെഷ്യലി CNG ഉപയോഗിച്ചിട്ടുള്ള വാഹനത്തിൻ്റെ ആ പർട്ടിക്കുലർ മോഡൽ കൂടുതൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് സെയിൽ നമ്പറിനെ ഉയർത്താനായിട്ട് കാരണമാകുന്നുണ്ട്. എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബേസ് മോഡൽ മുതൽ ഇപ്പോൾ 6 എയർ ബാഗ് ഓൾട്ടോ K10 ലഭ്യമാണ്. അപ്പോഴും എസ്പ്രസോയ്ക്കും അതുമാത്രമല്ല ഇഗ്നിസിനും 2 എയർ ബാഗ് മാത്രമാണുള്ളത്. എസ്പ്രസോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ പറയാം, ഇപ്പോൾ 2025 ജൂലൈ മാസം 912 യൂണിറ്റുകൾ മാത്രമാണ് എസ്പ്രസോയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ എന്ന് പറയുന്ന മാസത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജൂണിൽ കുറച്ചും കൂടെയൊക്കെ സെയിലുണ്ടായിരുന്നു. ഇനി 3ാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമായിട്ടുള്ള ബലീനോയാണ്. 12,503 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3rd പൊസിഷനിലായിരുന്നു കഴിഞ്ഞ മാസം, ഈ മാസവും 3rd പൊസിഷനിൽ തന്നെയാണ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 6,74,000 മുതൽ 9,96,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 2ാം സ്ഥാനത്തുള്ളൊരു വാഹനം മികച്ച വാഹനമാണ്. കഴിഞ്ഞ മാസം 1ാം സ്ഥാനത്തുണ്ടായിരുന്നൊരു വാഹനമാണ്, ഈ മാസം അത് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനിലൂടെ വരുന്ന ഈ ഒരു വാഹനം, അല്ലെങ്കിൽ അതിനൊരു CNG വേർഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ, അതായത് CNGയും പെട്രോളും ഉൾപ്പെടെ ടോട്ടലായിട്ടുള്ള ഒരു സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,190 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6,49,000 മുതൽ 9,69,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം മാരുതി സുസുക്കി വാഗണാറാണ്. വാഗണാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററിലും 1.2ലും അവൈലബിൾ ആണ്. ടാക്സി സെഗ്മെൻറ്റിലേക്ക് എസ്പെഷ്യലി CNG കിറ്റോട് കൂടിയിട്ടുള്ള വാഹനം ഒരുപാട് വിൽക്കുന്നുണ്ട്. അത് സെയിൽ നമ്പറിനെ ഉയർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. വാഗണാറും ഇഗ്നിസും തമ്മിലാണ് എപ്പോഴും ഒരു കമ്പാരിസൺ വരുന്നത്. സെലേറിയായിട്ടൊന്നും കമ്പാരിസൺ വരാറില്ല. സെലേറിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,392 യൂണിറ്റാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാഗണാറിൻ്റെ നമ്പർ 14,710 യൂണിറ്റാണ്. 5,79,000 മുതൽ 7,62,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. കഴിഞ്ഞ മാസം 2ാം സ്ഥാനത്തായിരുന്നു, ഈ മാസം 1ാം സ്ഥാനം വീണ്ടും തിരിച്ചു പിടിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.